പ്രൈവസിയിൽ ഇടപെടുന്നത് ശരിയല്ലെന്നറിയാം. എങ്കിലും ധ്വനിമോളുടെ കാര്യോർത്ത് ചോദിക്കുന്നതാ. ധ്വനിമോളുടെ അമ്മയായിട്ട് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളുവെങ്കിൽ ഈ അകൽച്ച അവസാനിപ്പിച്ചൂടെ? അതത്ര എളുപ്പമുള്ള കാര്യമല്ല. റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ ഏറ്റവും ചേർച്ചയുണ്ടെന്ന് നമ്മൾ കരുതുന്ന പലതും പിന്നീട് ആ ബന്ധം വഷളാവുന്നതിന് കാരണമാവും. ആദ്യകാലങ്ങളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട അതേ കാരണങ്ങൾ തന്നെ പരസ്പരം വെറുക്കാനും കാരണം. ഇതൊന്നും ആരുടെയും തെറ്റല്ല. കാലം അങ്ങനെയാണ്. സ്നേഹിക്കുന്നതിനെ വെറുക്കാനും അകന്നതിനെ സ്നേഹിക്കാനും നമ്മളെ പ്രേരിപ്പിക്കും. പൂർണിമ പാവാണ്. അവൾക്ക് ധ്വനിയ ജീവനാ. എനിക്കും അങ്ങനെ തന്നെയാ. ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ ഒരുമിച്ചെടുത്തത്. അതെല്ലാം മോളുടെ നന്മയ്ക്ക് വേണ്ടിയാ. ശരിയായിരിക്കും. പക്ഷേ ഒരുപാട് ആലോചിച്ച കണക്കൂട്ടലുകൾ നടത്തി നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ ഒന്നും ആലോചിക്കാത്ത അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം മാത്രം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സിനെ നിങ്ങൾ മറന്നുപോയി. മോളുടെ അടുത്ത് നിന്നോ പൂർണിമയുടെ അടുത്ത് നിന്നോ മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെ വന്നു പോയതാ. എനിക്ക് വേറെ വഴിയില്ല. ടീച്ചർ ഇതാ അവിടെ. മെടുക്കൻ. ഒരു മിനിറ്റ്. ഹലോ ജെഡി, ആ ജേർണലിസ്റ്റിന് കൊടുക്കാനുള്ള സാറ്റലൈറ്റ് ഫോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് കൊടുത്തോളൂ. ഓക്കെ, അത് ഞാൻ മറ്റേ ആളെ ഏൽപ്പിക്കാം. ശരി. ഓക്കെ. സോറി. അതൊന്നും സാരമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും മോളെ ഇങ്ങനെ വന്നൊന്ന് കാണാൻ സമ്മതിച്ചാൽ മതി. അതിനെന്താ, ഇവിടെ വന്ന് കണ്ടോളൂ. ബ്രേക്ക് ടൈമിന് വന്നാ മതി. അച്ഛൻ പോയിട്ട് പിന്നെ വരാം. ബൈ ബൈ. నవదుర్గే వనదుర్గే సర్వముం నీ చిన్మయీ